അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നില്ലുള്ളൂ. അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. അത് ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ. എനിക്ക് ഇതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ, സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ ഈ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും. ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ട് ചെയ്ത് റിക്വസ്റ്റ് ആണ്. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു. ആരോപണ വിധേയനായി നിവിൻ പോളിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആരോപണങ്ങളെല്ലാം തന്നെ നിവിൻ പോളി തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ ആരോപണം ഉന്നയിച്ച യുവതിയെ തനിക്ക് അറിയില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. ഒപ്പം ഈ കേസിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്ന ശ്രേയ എന്ന വ്യക്തിയെയും തനിക്ക് അറിയില്ല. അതേസമയം ഈ കേസിലെ മറ്റൊരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ഇത്തരം സാമ്പത്തിക സഹായമൊക്കെ തേടാറുള്ള ഒരു വ്യക്തിയുടെ പേര് കൂടിയുണ്ട്. അതിനപ്പുറത്ത് ഈ പരാതിക്കാരെ അറിയില്ല. നേരത്തെയും ഇത്തരത്തിലൊരു പരാതി പോലീസിന് ലഭിച്ചിരുന്നതാണ്. അന്ന് അക്കാര്യങ്ങൾ പോലീസ് തന്നോട് അന്വേഷിച്ചതുമാണ്. അന്ന് ആ പരാതി അതൊരു ഫേക്ക് പരാതിയാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പോലീസ് തന്നെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ പിന്നീട് താൻ കൗണ്ടർ പെറ്റീഷനോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി താൻ മുന്നോട്ട് പോകാതിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. സിനിമാ മേഖലയ്ക്ക്, നടന്മാർക്കൊക്കെ എതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ നിവിൻ പോളി പറയുന്നത്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ അത് മോശമാണ്. അതുകൊണ്ടാണ് താൻ മണിക്കൂറുകൾക്കകം തന്നെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എത്തിയത്. മുഖ്യമന്ത്രിയെ അടക്കം കാണണമെങ്കിൽ കാണും, അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം കാണണമെങ്കിൽ കാണും. അതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടിയാണ് നിവിൻ പോളി വ്യക്തമാക്കിയത്. നേരത്തെ നിവിൻ പോളിക്ക് എതിരെ പരാതിയുമായി യുവതി എത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. നവമി ചേരുന്നുണ്ട്. നവമി, വിശദമായ വാർത്താ സമ്മേളനം തന്നെ എന്ന് പറയാം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെ അറിയില്ല എന്ന് പറയുന്നു. ഒപ്പം ഒന്നാം പ്രതിയായിട്ടുള്ള ശ്രേയയെയും പരിചയമില്ല എന്നാണല്ലോ നിവിൻ പോളി പറയുന്നത്. അഭിലാഷ്, എന്തായാലും ഈ ഒരു പരാതി വന്ന് മണിക്കൂറുകൾക്കൊടുവിൽ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. താൻ ആദ്യം തന്നെ ഇത്തരത്തിലൊരു പരാതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിവിൻ പോളി പത്രസമ്മേളനം ആരംഭിച്ചത്. നമുക്കറിയാം, സമീപകാലത്ത് സിനിമാ താരങ്ങൾക്കെതിരെയുള്ള പരാതികൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. ഇതിൽ വ്യാജ പരാതി ഏതാണ്, യഥാർത്ഥ പരാതി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനിയെങ്കിലും താൻ ഇതിന് പ്രതികരിക്കണം, ഇല്ലെങ്കിൽ ഇനിയും ഇതുമായി നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുകൂടി പറഞ്ഞിട്ടാണ് നിവിൻ പോളി ഈ പത്രസമ്മേളനം ആരംഭിച്ചത്. എന്തായാലും ഈ പെൺകുട്ടിയെ അറിയില്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് നിവിൻ പോളി. അതോടൊപ്പം തന്നെ 1.5 മാസം മുമ്പ് ഈ സമാനമായ രീതിയിൽ
തനിക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അന്ന് SI തന്നെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നു. CI ഇക്കാര്യം വിളിച്ച് തന്നോട് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് തന്നെ താൻ പോലീസിനോട് വ്യക്തമാക്കിയതാണ് ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമോ ഒന്നും തനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് പോലീസ് തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ അന്വേഷണത്തിലും ഇത് ശരിയായ കേസാണെന്ന് തോന്നുന്നില്ല, പരാതിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പോലീസ് നിവിൻ പോളിയോട് പറയുകയും ചെയ്തു. പിന്നീട് നിവിൻ പോളി തന്റെ അഭിഭാഷകനോട് സംസാരിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഇനി ഈ കേസിന്റെ പുറകെ പോകണ്ട എന്നൊരു മറുപടിയാണ് നിവിൻ പോളിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനാവശ്യമായ ഈ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദത്തിലേക്കൊന്നും താൻ പോകാഞ്ഞത് എന്ന് കൂടി നിവിൻ പോളി പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു പരാതിയുമായി എത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല. ഈ പരാതിയിലുള്ള ഈ കേസെടുത്തിരിക്കുന്നതിൽ 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളിനെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒരാളെ ഒഴികെ ബാക്കി ആരെയും തന്നെ തനിക്കറിയില്ല. 1ാം പ്രതി അടക്കമുള്ളവരെ തനിക്കറിയില്ല. അതിൽ ഒരാൾ അത് തന്റെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ദുബായിൽ വെച്ച് അയാളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ പരാതിയുള്ള പെൺകുട്ടിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ, മറ്റ് പ്രതികളോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുകൂടി നിവിൻ പോളി പറയുന്നുണ്ട്. ഇപ്പോൾ